Hi all, welcome to my channel True Living by Minnu. ഇന്ന് ഞാനൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പമ്പ നദിയുടെ തീരത്തുള്ള ഒരു അടിപൊളി വീടിന്റെ ഹോം ടൂർ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വീടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം. നാട്ടിലെ എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ല ടൗണിൽ തന്നെയാണ് വീട്. എന്നാൽ ഞങ്ങളുടെ തറവാട്, അതായത് അപ്പയുടെ വീട് മാന്നാറാണ്. അമ്മ തിരുവല്ലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഞാനും എൻ്റെ ബ്രദറും ഞങ്ങളുടെ സ്കൂളും കാര്യങ്ങളും എല്ലാം തിരുവല്ല ആയതുകൊണ്ടും അപ്പ തിരുവല്ലയിൽ വീട് വെച്ച് ഞങ്ങൾ തിരുവല്ലയിലായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിലേ ഉള്ള തൊട്ടേ ലൈഫ് തിരുവല്ല വീട്ടിലായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, ഞങ്ങളുടെ കല്യാണം, എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞത് തിരുവല്ല വീട്ടിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ അമ്മയും ഒരു 6 മാസം മുമ്പ് റിട്ടയർ ആയി. അതിനുശേഷം ഞങ്ങളുടെ കുടുംബ സ്വത്ത് മാന്നാറുണ്ട്. അവിടെ എൻ്റെ ബ്രദർ ഒരു 2 വർഷം മുമ്പ് വീട് വെച്ചു. അങ്ങനെ ഇപ്പം എല്ലാവരും, അപ്പയും അമ്മയും ബ്രദറും വൈഫും കുട്ടികളും എല്ലാവരും ഇപ്പം മാന്നാത്താണ് താമസം. ഇപ്പം തിരുവല്ല വീട്ടിൽ ആരും ഇല്ല. അമ്മയും റിട്ടയർ ആയതിനു ശേഷം അമ്മയും ഇപ്പോൾ ഇവിടെയാണ്, മാന്നാറാണുള്ളത്. അവിടെ ഞങ്ങളുടെ തറവാട് വീടും എല്ലാം മാന്നാറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ മാന്നാത്തെ ഈ വീട്ടിലാണ് എല്ലാവരും കൂടെ താമസിക്കുന്നതും കൂടുന്നതും. നല്ലൊരു ഓളമാണ് കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട്. മാന്നാത്തെ വീട് ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഈ വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് ഹൗസ് വാമിങ്ങിന് എടുത്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോഗ്രാഫേഴ്സ് എടുത്ത വീഡിയോ കണ്ടിട്ട് വരാം. Wish that I could find the words to describe you now, as I'm lying next to you and the world goes quiet. Wish that I could make you see how you fit me perfectly, and I fall for you again. We've been through it all. You're the one who understands. In a world where hope grows thin. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഇതാണ് വീടിന്റെ എൻട്രൻസ്. അമ്മ തുറന്നു വരുവാണ്. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ വീടും തറവാടും ഒക്കെ. ഒരു ഗ്രാമീണ ഏരിയ ആണ്, ഒരു നാട്ടിൻപുറമാണ്. മാന്നാർ പാവുക്കര റൂട്ടിലുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ വീട്. അപ്പം ഇതാണ് നമ്മുടെ എൻട്രൻസും കാര്യങ്ങളും ഒക്കെ. അപ്പം എൻ്റെ മോനാണേലും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഓടി നടക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. പിന്നെ ബ്രദറിൻ്റെ മക്കളും ഉണ്ട്. അവരൊക്കെ ഏകദേശം ഒരേ പ്രായമാണ്. അപ്പോൾ എല്ലാവരും കൂടെ കളിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നാൽ കൂടുതലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നെ കെട്ടിച്ചേക്കുന്ന കോട്ടയത്താണ്. അപ്പം ഞങ്ങൾ അവിടെയാണ് കൂടുതൽ നിൽക്കുന്നത്. എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിലും വന്ന് നിൽക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ ഇവിടെ നിൽക്കാറുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് നാൾ അധികം നിൽക്കാൻ പറ്റി. കാരണം ഞങ്ങളൊരു 50 ദിവസത്തോളം നാട്ടിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ച് ഇവിടെ UAE വന്നു കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ലിവിങ് റൂമാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ വീട് ഫുള്ളും നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഏത് മുറിയിൽ നിന്ന് നോക്കിയാലും നമുക്ക് പമ്പ നദിയുടെ വ്യൂ ആണ്. അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ ഈ വീട്ടിൽ. എവിടെ നോക്കിയാലും നല്ല വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഓപ്പണിംഗ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ നല്ല വെട്ടമാണ് വീട്ടിൽ. അപ്പം ഇതാണ് ലിവിങ് റൂം.
പിന്നെ എൻ്റെയും ബ്രദറിൻ്റെയും മാരേജ് ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കല്യാണത്തിനടുത്താണ്. ഇതാണ് എൻ്റെ ബ്രദറും എൻ്റെ നാത്തൂനും പിന്നെ അപ്പയും അമ്മയും. ഇത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അച്ചാച്ചൻ്റെയും ചേച്ചിയുടെയും കല്യാണത്തിൻ്റെ ഫോട്ടോയാണ്. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയാണ്. ലിവിങ് റൂമിൻ്റെ നടുക്കൂടെ പാസേജാണ്. അപ്പോൾ ഒരു സൈഡിൽ 2 ബെഡ്റൂമും ഇപ്പുറത്തെ സൈഡിൽ കിച്ചണും വേറെ 2 ബെഡ്റൂമുമാണ്. അപ്പോൾ നീളത്തിലാണ് നമ്മുടെ വീട്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമിൽ നിന്നും നമുക്ക് ഒരേ വ്യൂ ആണ്. ആർക്കും വ്യൂ നഷ്ടപ്പെടുന്നില്ല. അപ്പം ലിവിങ് റൂമിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ പ്രെയർ ഏരിയയും പിന്നെ 2 ബെഡ്റൂമുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഞങ്ങളെല്ലാവരും വീട്ടിലുള്ളൊരു സമയമാണ്. കുട്ടികൾ 3 പേരുണ്ട്. അതുകൊണ്ട് വീട് നല്ല മെസ്സായിട്ട് കിടക്കുവാണ്. ഇവിടെ ഞങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു പ്രെയർ ഏരിയ പോലെയാണ്. അപ്പം വീട് കുറച്ച് മെസ്സായിട്ട് കിടക്കുവാണ്. അപ്പം നിങ്ങളത് മൈൻഡ് ചെയ്യില്ല, കാരണം എല്ലാവരും വീട്ടിലുള്ളതല്ലേ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തു നിന്നും നമുക്ക് ഇതുപോലെ വിൻഡോസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലിവിങ് റൂമിൻ്റെ മറ്റേ സൈഡിലാണ് ഡൈനിങ് റൂമും കിച്ചണും പിന്നെ മറ്റ് 2 ബെഡ്റൂമും. ഇപ്പം ഡൈനിങ് റൂമാണിത്. ഇനി നമുക്ക് വീടിൻ്റെ പുറകുവശത്തേക്ക് പോകാം. അവിടെയാണ് ഏറ്റവും അടിപൊളി വ്യൂ ഉള്ളത്. നമ്മുടെ നദിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ബാക്ക് വശം. ഇപ്പം ബാക്ക് വശത്തായിട്ടാണ് കൂടുതൽ മിറ്റം ഉള്ളത്. നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ബാക്കിലാണ് നല്ല മിറ്റം കൂടുതലുള്ളത്. പിന്നെ അപ്പ ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പയ്ക്ക് പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അവിടെ നമുക്കൊരു കിണറുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ ഒരു ചെറിയ ഏറുമാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ വീട്ടിൽ കടവുണ്ട് കേട്ടോ. കടവിലോട്ട് ഞാൻ ഇറങ്ങുവാണ്. നിങ്ങളെ അവിടുത്തെ വ്യൂ ഒക്കെ കാണിക്കാം. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം എപ്പോഴും അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പം ഞങ്ങളും കൂടെ ഉള്ളപ്പോൾ മാത്രമേ അവരെ ഇങ്ങോട്ടൊക്കെ ഇറക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. പിന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ ഒരുപാട് മീനിനെ കിട്ടും കേട്ടോ. അപ്പയാണേലും അച്ചാച്ചനാണേലും ഒക്കെ നന്നായിട്ട് ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട്. നമുക്കതുകൊണ്ട് എന്നും വീട്ടിൽ മീൻ കാണും. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഇവിടെ പുഴയുടെ അടുത്തൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറുമോ എന്നുള്ളത്. 2018 ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ പോലും നമുക്ക് വീട്ടിൽ ടച്ച് ഔട്ട് വെള്ളം കയറിയില്ല. നമ്മൾ അതുപോലെ പൊക്കിയാണ് വീട് പണിതേക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളപ്പൊക്കത്തിൽ പോലും നമ്മുടെ വീട്ടിൽ വെള്ളമൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്റ്റെപ്പ് ഫുള്ള് കവർ ആയതേ ഉള്ളൂ. നമ്മുടെ മിറ്റമൊന്നും വെള്ളമൊന്നും ആയിട്ടില്ലായിരുന്നു. അത് ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. പിന്നെ ആ കാണുന്നത് പള്ളിയാണ് കേട്ടോ, ഞങ്ങളുടെ പള്ളിയാണ്. പിന്നെ ഇതൊക്കെയാണ് വ്യൂ. നമ്മുടെ UAE ഈ തിക്കും തിരക്കും നിറഞ്ഞൊരു ലൈഫിലൂടെ പോയിട്ട് നമ്മൾ നാട്ടിൽ വന്ന് ഈ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരുപാട് മീനുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മീൻ നമുക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു നോക്കാം. കണ്ടില്ലേ, എല്ലാ മീനും കൂടെ തീറ്റ തിന്നാനായിട്ട് വന്നത്. നമ്മൾ കാലിട്ട് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ പുറത്ത് നമ്മൾക്കൊരു സ്പാ ഉണ്ടല്ലോ, ഫിഷ് സ്പാ, അതുപോലെയുള്ളൊരു ഫീലാണ്. മീനുകളെല്ലാം കൂടെ നമ്മുടെ കാലേ വന്ന് കൂടും. നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു കയറി മറ്റു കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ കടവിൽ നിന്ന് കയറുമ്പം കാണുന്നൊരു ലുക്കാണ് വീടിൻ്റെ. എല്ലായിടത്തും വിൻഡോസും കാര്യങ്ങളുമാണ്. നല്ല വെട്ടമാണ് ഞാൻ പറഞ്ഞ പോലെ. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ഏറുമാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം നല്ല മെസ്സാണ്, അറിയാമല്ലോ, എല്ലാവരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറുമാടം. ഇപ്പോൾ ഇവിടെ ഫുള്ള് നെറ്റ് ഇട്ടേക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ചെയറൊക്കെ ഇട്ട് ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കുന്നതും ഒക്കെ ഇവിടെ ഇരുന്നതാണ്. നല്ല രസമാണ്, നല്ല കാറ്റാണ് ഇവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച്. അപ്പം നല്ല ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ വന്നിരുന്നാൽ മതി. അപ്പോൾ ഈ നെറ്റ് കുട്ടികളെ, ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ ഉള്ളത് കൊണ്ട് ഇട്ടേക്കുന്നതാണ്. പക്ഷേ പിള്ളേർ ഇതേ ചവിട്ടിയൊക്കെ കയറും കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഡോർ സിറ്റിംഗ് പ്ലേസ്. ഇനി ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഞങ്ങൾ വീട്ടിൽ പിടിച്ച മീനാണിത്. കണ്ടില്ലേ, ഇന്നത്തെ മീൻ കളക്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ
വിശേഷങ്ങൾ. ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ. നീളത്തിലുള്ളൊരു വീടാണ്. കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഇത്രയൊക്കെ ക്ലിപ്പ് എടുത്തു വെച്ചിട്ടുള്ളൂ. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ UAE വീട് കാണിക്കാനായിട്ട്. ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്നിട്ടൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe to my YouTube channel. See you all. Bye.